നല്ല ഭംഗിയുണ്ട്. ഞാൻ കരുതിയത് ഇപ്പോഴത്തെ മോഡേൺ കുട്ടികൾക്ക് ഇതൊന്നും ഒരുക്കാൻ വശം ഉണ്ടാവില്ലെന്ന്. ചേച്ചിയുടെ കാര്യം പറയാതിരിക്കാ ഭേദം. മോഡേൺ ആവണമെന്ന് വെച്ചാ അതിനപ്പുറത്തേക്ക് ആരുമില്ല. നാടനാവണമെന്ന് വെച്ചാലും അതിനും ആരുടെയും പറകിലാവില്ല. താങ്ക് യു. എന്നെ കുറിച്ച് ഇത്രയ്ക്ക് നല്ലൊരു അഭിപ്രായം ആദ്യമായിട്ട് ഒരാള് പറയണേ. എന്റെ അമ്മ ഏയ് ഒന്നുമില്ല. അമ്മ കാര്യം പറ. ഇത്രയും നാളും വഴക്കും പിണക്കവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ അടുത്തുണ്ട് എന്നൊരു തോന്നല് വല്ലാത്തൊരു ധൈര്യമായിരുന്നു അച്ഛനും എനിക്കും. ഇനിയിപ്പോ അതെ അതെ, രാധിക ഇപ്പൊ നല്ല കണ്ടീഷനിലാ നിൽക്കുന്നത്. ഇങ്ങനത്തെ സംസാരം ഒരു 10 സെക്കൻഡ് കൂടി മുന്നോട്ട് പോയാ ഇവള് കരഞ്ഞ കുളമാക്കി കിട്ടും. അത് കാണണം അമ്മയ്ക്ക്. കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മേ, ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വരുണ്ട് കൂടെയല്ലേ. എനിക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. അച്ഛനും അമ്മയും കാണാനും പറ്റും. പ്രിയ പോയതിന്റെ നഷ്ടം എനിക്കറിയാം. ആ നഷ്ടവും കൂടി തീർത്തേ ഞാൻ പെരുമാറും. എന്നെ ജീവിപ്പിച്ചവർക്ക് എന്റെ ജീവിതം ഞാൻ തരേണ്ടതല്ലേ. ഇത് പാരാ തുടങ്ങി വെച്ചത്? യശോദേ, നീയാണോ? ആരാ തുടങ്ങി വെച്ചത് ചോദിച്ചാ അമ്മ തന്നെയാ. പക്ഷേ മോള് കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട്. അതെ, ഒരുപാട് വിഷമങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്നത്. അത് നമ്മുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അതുകൊണ്ട് സങ്കടം വരുന്ന ഒരു വാക്കും ആരും സംസാരിക്കാതിരിക്കുക. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മോളുടെ ആഗ്രഹം സാധിച്ചു തരുന്ന അച്ഛനമ്മമാരാ. അതിന്റെ സംതൃപ്തിയിലാ ഞങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നു.